ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട വോട്ടെടുപ്പിന് അല്പസമയത്തിനകം തുടക്കമാകും. 18 ജില്ലകളിലായി 121 മണ്ഡലങ്ങളിലാണ് ഇന്ന് പോളിംഗ് നടക്കുക. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവും നിലവിലെ ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരിയും ഉൾപ്പെടെ പ്രമുഖർ ഇന്ന് ജനവിധി തേടുന്നുണ്ട്. വിവരങ്ങളുമായി പട്നയിലെ ഫൈൻ ആർട്സ് കോളേജിലെ പോളിംഗ് ബൂത്തിന് മുൻപിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ആദ്യഘട്ടം നടക്കാൻ പോകുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീനാഥ്? ഉന്മേഷ്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഫൈൻ ആർട്സ് കോളേജിൽ 3 ബൂത്തുകളാണ് തയ്യാറായിട്ടുള്ളത്. രാവിലെ തന്നെ ഉദ്യോഗസ്ഥർ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി. മോക്ക് പോളിംഗും ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. സാധാരണ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഈ മോക്ക് പോളിംഗ് നടക്കുന്ന സമയത്ത് പരിശോധനയ്ക്ക് എത്താറുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അത്തരത്തിൽ ആരെയും കാണാൻ വേണ്ടി കഴിഞ്ഞില്ല. ഏതായാലും വോട്ടർമാർ ആരും തന്നെ ഈ സമയമൊന്നും എത്തിയിട്ടില്ല. 7 മണിയോടെ പോളിംഗ് തുടങ്ങേണ്ടതാണ്. പിന്നീട് 6 മണിവരെയാണ് സാധാരണ പോളിംഗ് നടക്കുക. പക്ഷേ ബീഹാറിൽ എല്ലായിടത്തും 6 മണിവരെ പോളിംഗ് ഇല്ല. ചില സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ചിലയിടത്തെങ്കിലും ഈ പോളിംഗ് 5 മണിയോടെ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യും. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പോളിംഗ് ബൂത്തിലും CRPFന്റെ ഒക്കെ ഉദ്യോഗസ്ഥർ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. സംസ്ഥാനത്ത് ഏതാണ്ട് എല്ലായിടത്തും വോട്ടിംഗ് നടക്കുന്നിടത്തൊക്കെ ഈ തരത്തിൽ പ്രത്യേക സുരക്ഷ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പല ബൂത്തുകളും പ്രശ്നബാധിതമാണ്. മൊക്കാമ അടക്കമുള്ള മണ്ഡലങ്ങൾ ഇന്നിപ്പോൾ ജനവിധി തേടാൻ പോകുന്നുമുണ്ട്. അവിടെ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് ദുലാർചന്ദ് യാദവ് എന്ന പ്രമുഖനായ നേതാവ്, ജൻസുരാജ് പാർട്ടി നേതാവ് കൊല്ലപ്പെടുകയും അവിടുത്തെ സ്ഥാനാർത്ഥി, JDUവിന്റെ സ്ഥാനാർത്ഥി തന്നെ ജയിലിലേക്ക് പോവുകയും ചെയ്ത സംഭവമുണ്ട്. ആനന്ദ് സിംഗ് ഇപ്പോൾ ജയിലിലാണ്. അങ്ങനെ അത്തരത്തിലുള്ള പ്രശ്നബാധിതമായ മേഖലകൾ കൂടി ഇന്നിപ്പോൾ പോളിംഗ് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ആദ്യഘട്ടത്തിലെ സ്ഥാനാർത്ഥി പട്ടികകൾ ഞാൻ പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 32% സ്ഥാനാർത്ഥികൾക്കെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നൊരു കൗതുകം കൂടി എനിക്ക് ആ പട്ടിക പരിശോധിച്ചപ്പോൾ മനസ്സിലായി. 18 ജില്ലകളിലായി 121 മണ്ഡലങ്ങളിലേക്കാണ് ഇന്നിപ്പോൾ ആദ്യഘട്ടത്തിൽ വോട്ടിംഗ് നടക്കുന്നത്. പിന്നീട് രണ്ടാം ഘട്ടത്തിൽ 122 മണ്ഡലങ്ങളിലും വോട്ടിംഗ് നടക്കുകയും ചെയ്യും. കാടടച്ചുള്ള ഒരു പ്രചാരണ കാലത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ വോട്ടിങ്ങിലേക്ക് പോകുന്നത്. തേജസ്വി യാദവ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. മഹാസഖ്യത്തിന്റെ തേജസ്വി യാദവ് അടക്കമുള്ള പ്രമുഖ സ്ഥാനാർത്ഥികൾ ഈ വോട്ടിങ്ങിൽ ജനവിധി തേടുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. അലിനഗറിൽ നിന്ന് മൈഥിലി ഠാക്കൂർ ഉണ്ട്, കുമാർ സിൻഹ, ഉപമുഖ്യമന്ത്രി കുമാർ സിൻഹയുണ്ട്. ഒപ്പം തന്നെ സാമ്രാജ് ചൌധരി, മറ്റൊരു ഉപമുഖ്യമന്ത്രി BJP നേതാവ്, താരാപൂരിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. അങ്ങനെ പ്രമുഖരായ സ്ഥാനാർത്ഥികൾ കൂടി ഈ ഘട്ടം വളരെ നിർണായകമാണ്. ഒന്നാം ഘട്ടത്തിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഏതാനും മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോഴായിരുന്നു വലിയ ക്ഷേമ പദ്ധതികൾ തേജസ്വി യാദവ് പ്രഖ്യാപിച്ചത്. സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 30,000 രൂപ എത്തുന്ന തരത്തിൽ, അതായത് അധികാരം കിട്ടിയാൽ ജനുവരി മാസം തന്നെ പണം എത്തുമെന്നുള്ള വമ്പൻ പ്രഖ്യാപനമൊക്കെ നടത്തുകയും പിന്നീട് നിശബ്ദ പ്രചാരണത്തിന്റെ ദിനം, ഇന്നലത്തെ ദിനം യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരുന്നു. അതെങ്ങനെ പ്രായോഗികമാണ്, ഈ തോൽവി ഉറപ്പിച്ചത് കൊണ്ടാണോ എന്ന തരത്തിലുള്ള ചർച്ചകൾ ഇന്നലെ ആദ്യ പകുതിയിൽ അത്തരം ചർച്ചകളായിരുന്നു. പിന്നീടാണ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം 12 മണിയോടെ നടക്കുന്നത്. ബീഹാറിൽ പോലും ഒരു പക്ഷേ ഇത്തരം വോട്ട് ചോരി ആരോപണം, താൻ ഉന്നയിക്കുന്ന ആരോപണം കണക്കെ ചിലത് നടക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു കാര്യം കൂടി രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചതോടെ ആ തരത്തിലുള്ള ചർച്ചകൾ കൂടി ഈ സമയം നടക്കുകയും ചെയ്യുന്നുണ്ട്. ഉന്മേഷ്, ആദ്യഘട്ട വോട്ടെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും. ബീഹാറിൽ ശ്രീനാഥ് ചന്ദ്രനാണ് തത്സമയം ചേർന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.